എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. നമ്മുടെ നാട്ടിലെ പോഷക സമ്പന്നവും സുലഭവുമായ ഒന്നാണല്ലോ ചക്ക. ചക്ക കൊണ്ടുള്ള നിരവധി വിഭവങ്ങൾ നാം ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ സുപ്രധാനമായ ചക്കപ്പഴം കൊണ്ടുള്ള നല്ലൊരു കേക്കാണ് ഇന്ന് നാം തയ്യാറാക്കുന്നത്. പഞ്ചസാര 200 ഗ്രാം, മുട്ട 3 എണ്ണം, മൈദ 245 ഗ്രാം, വാനില പൗഡർ 5 ഗ്രാം, പാൽപ്പൊടി 10 ഗ്രാം, ബേക്കിംഗ് സോഡ 8 ഗ്രാം, ഏലക്കാപ്പൊടി 5 ഗ്രാം, ചക്കപ്പഴം അരച്ചത് 250 ഗ്രാം, വെജിറ്റബിൾ ഓയിൽ 150 ഗ്രാം, നെയ്യ് 50 ഗ്രാം, ബദാം അല്ലെങ്കിൽ കശുവണ്ടി നുറുക്കിയത് 30 ഗ്രാം. ആദ്യമായി മുട്ടയും പഞ്ചസാരയും ചേർത്ത് പഞ്ചസാര തരി അലിയുന്നതുവരെ ഒരു ബീറ്ററിന്റെ സഹായത്താൽ യോജിപ്പിച്ചെടുക്കുക. 18 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിച്ചിരിക്കുന്ന മുട്ടയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാര തിരഞ്ഞെടുക്കുമ്പോൾ ചെറിയ തരിയുള്ളതാണ് അഭികാമ്യം. ഇത് ഒരേപോലെ അലിഞ്ഞു വരുന്നതിന് സഹായിക്കുന്നു. ഇത്തരത്തിൽ യോജിപ്പിക്കാൻ എടുക്കുന്ന പാത്രം എണ്ണമയം ഒട്ടും ഇല്ലാത്തതായിരിക്കണം. എണ്ണമയമുള്ള പാത്രമാണെങ്കിൽ മുട്ട പതഞ്ഞു വരികയില്ല. തുടർന്ന് ഇതിലേക്ക് 5 ml വാനില എസൻസ് ചേർത്ത് യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയോടൊപ്പം പൊടി രൂപത്തിലുള്ള മറ്റു ചേരുവകളും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. മൈദയോ മറ്റു പൊടികളോ കട്ട കെട്ടാതെ വേണം യോജിപ്പിച്ചെടുക്കുവാൻ. തുടർന്ന് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന നെയ്യും വെജിറ്റബിൾ ഓയിലും ചേർത്ത് യോജിപ്പിക്കുക. ഇവിടെ വെജിറ്റബിൾ ഓയിലായി എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പഴുത്ത വരിക്കച്ചക്കയാണ് ഇതിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മധുരമുള്ള ചക്കപ്പഴമാണെങ്കിൽ തന്നിരിക്കുന്ന പഞ്ചസാരയുടെ അളവിൽ നിന്നും 50 ഗ്രാം വരെ കുറയ്ക്കാവുന്നതാണ്. തുടർന്ന് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ബദാം, കശുവണ്ടി, കിസ്മിസ് മുതലായവ ചേർക്കാവുന്നതാണ്. ഇവയെ നന്നായി യോജിപ്പിച്ച ശേഷം തയ്യാറാക്കിയ കൂട്ടിനെ ബട്ടർ പേപ്പർ നിരത്തിയ കേക്ക് ടിന്നിലേക്ക് പകരുക. ഇവിടെ 9 ഇഞ്ച് സമചതുരത്തിലുള്ള ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 ഇഞ്ച് 8 ഇഞ്ച് ടിന്നുകളായിരിക്കും കൂടുതൽ അനുയോജ്യം. പിന്നീട് ഈ കൂട്ടിനെ വീഡിയോയിൽ കാണുന്നത് പോലെ മാത്രം നിരത്തുക. ഇത്തരത്തിൽ കേക്കുകൾ തയ്യാറാക്കുമ്പോൾ ടാപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തയ്യാറാക്കിയ കൂട്ടിൽ അടങ്ങിയിരിക്കുന്ന കശുവണ്ടി പോലുള്ളവ താഴെ ഭാഗത്ത് അടിഞ്ഞുകൂടാൻ ഇടയുണ്ട്. തുടർന്ന് 165 ഡിഗ്രി സെൽഷ്യസിൽ ഓവനെ 1 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. വ്യാവസായിക ഓവനുകൾ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ചൂടാക്കേണ്ടതാണ്. ചൂടാക്കിയ ഈ ഓവനിൽ 40 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടതാണ്. ബേക്കിങ്ങിന് ശേഷം നന്നായി തണുപ്പിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് വിളമ്പാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചക്ക ധാരാളമായി കിട്ടുന്ന സീസണിൽ ഇത്തരത്തിൽ കേക്കുകളായി അവയെ സംരക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ നല്ലൊരു കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.